Hi friends, welcome back. Moto ഫോണുകൾ പൊതുവെ ഈ അടുത്ത കാലത്ത് എല്ലാവർക്കും നല്ല ഇഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നല്ല ഫോണുകൾ നല്ല സ്പെക്കിൽ ഒരുവിധം വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഫോണുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വന്നിരിക്കുന്ന മോട്ടോ G84 നോക്കുമ്പോഴും അത്യാവശ്യം വേണ്ടുന്ന ഘടകങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ എന്നറിഞ്ഞതിന് ശേഷം വേണം ഇത് വ്യക്തമായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കാനും ഈ റേഞ്ചിൽ മറ്റു നല്ല ഫോണുകളായിട്ടൊന്ന് കമ്പയർ ചെയ്തൊക്കെ നോക്കി ഒരു കമ്പാരിസൺ വീഡിയോ തന്നെ വിശദമായിട്ട് ചെയ്യാൻ. എന്തങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസത്തെ ചില കമൻറ്റുകൾക്ക് മറുപടിയായിട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഫോൺ വരുമ്പോൾ G84 വരുമ്പോൾ ഇതൊരു നല്ല ഫോണായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ നമ്മൾ ഇതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ഒക്കെ ആയിട്ട് വരുമെന്നുള്ള കാര്യം. സോ ഈ ഫോൺ എങ്ങനെയുണ്ടെന്ന് ക്യുക്കായിട്ടൊന്ന് നമുക്ക് നോക്കാം. ഒരു ക്യുക്ക് അൺബോക്സിംഗ് ആണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ മറ്റൊക്കെ ആയിട്ട് അടുത്തൊരു ദിവസം തീർച്ചയായിട്ടും വരുന്നതാണ്. സോ G84 മോട്ടോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് മോട്ടോ G84 ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ കേസിലൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ G84 എന്ന ഫോൺ. ഓക്കെ, കയ്യിലോട്ട് എടുത്ത് കേസൊക്കെ മാറ്റി കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം ഇത്തിരി കൂടിയ പ്രൈസ് റേഞ്ചിലൊക്കെ ഇവർ കാണിച്ചു വരുന്ന ആ ഒരു ലെതർ ഫിനിഷ് വിവാ മജണ്ട എന്ന ഈ കളർ അവർ ഈ ഒരു വിലയ്ക്കും കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 18,999 ഇതിൻ്റെ ഓഫർ പ്രൈസ്. ആ ഒരു പ്രൈസിനും അവർ ഈ ഒരു ഫിനിഷും കാരണം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതൊരു നല്ല പ്രീമിയം ഫിനിഷ് തന്നെയാണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ വേണം തീരുമാനിക്കാൻ. ബോക്സിൽ ഇത് കൂടാതെ ഡോക്യുമെന്റേഷനും ചാർജർ, 33 വാട്ടിന്റെ ചാർജർ, ടൈപ്പ് സി കേബിൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ അതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. ഫോൺ എങ്ങനെയുണ്ടെന്ന് പെട്ടെന്ന് തന്നെ നോക്കാം. 7.6 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. 166 ഗ്രാമാണ് വെയിറ്റ്. IP54 വാട്ടർ റിപ്പലന്റ് ഡിസൈൻ വരുന്നുണ്ട്. താഴെ സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, 3.5 mm ജാക്ക് അടക്കമാണ് വരുന്നത്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. 2 സിം അല്ലെങ്കിൽ ഒരു സിം മെമ്മറി കാർഡ് എന്ന രീതിയിൽ ഉപയോഗിക്കാം. ഫ്രണ്ടിലെ ഡിസ്പ്ലേ പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പുള്ള ഡിസ്പ്ലേ ആണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ അടക്കമാണ് വരുന്നത്. റിയർ സൈഡിലെ ഡിസൈൻ നിങ്ങൾ ഇവിടെ കാണുന്ന പോലെയാണ്. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഡിസൈൻ. ഇതിന്റെ ഡിസ്പ്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. 6.55 ഇഞ്ച് വരുന്ന OLED ഡിസ്പ്ലേ ആണ്. 10 ബിറ്റ് ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 1300 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ്. ഇതിന്റെ ബെസിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ഈ രീതിയിലാണ് കാണുന്നത്. വല്ലാണ്ട് കൂടുതലൊന്നും പറയാനില്ല, വല്ലാണ്ട് കുറവൊന്നും പറയാനില്ല അല്ലേ. ഈ കാണുന്ന തിന്നറായ രീതിയിലുള്ള ഒരു ബെസിൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. HDR10+ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഔട്ട്ഡോർ ഒക്കെ ഞാൻ കൊണ്ടുപോയി നോക്കിയപ്പോഴും വലിയ കുഴപ്പമൊന്നും കണ്ടില്ല. ജസ്റ്റ് ഒന്ന് ഔട്ട്ഡോർ വിസിബിലിറ്റി അറിയാൻ വേണ്ടി പോയി നോക്കിയതാണ്. ഇത് കൊണ്ട് നടന്ന് ഉപയോഗിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇന്നാണ് ഇത് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഞാൻ എടുത്ത് ജസ്റ്റ് ക്യാമറ സാമ്പിൾ എടുക്കാൻ വേണ്ടി പോയപ്പോൾ നോക്കിയപ്പോൾ ഡിസ്പ്ലേ വിസിബിലിറ്റിക്കൊന്നും വേറെ കുഴപ്പം കണ്ടില്ല. സോ ഒരു നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണെന്ന് തീർച്ചയായിട്ടും പറയാം. ഇതിന്റെ പെർഫോമൻസ് അത്യാവശ്യം സ്മൂത്ത് ആയ ഒരു പെർഫോമൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സ്നാപ്ഡ്രാഗൺ 695 ആണ് ഇതിനകത്ത് വരുന്ന പ്രോസസ്സർ. അതിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ സ്മൂത്ത് ആയ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ റാം സ്റ്റോറേജ് നോക്കിയാൽ 12 GB റാം, 256 GB സ്റ്റോറേജ് ആണ്. 20,000 രൂപ താഴെ 12 GB റാം, 256 GB സ്റ്റോറേജ്. അതെന്തായാലും അടിപൊളിയായി. 18,999 ആണ് ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത്, അല്ലെങ്കിൽ 19,999. ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം നമ്മുടെ ഒരു കമ്പാരിസണും റിവ്യൂ ഒക്കെ വരുന്നവരെ. എന്തായാലും അത്യാവശ്യം ചെറുകിട ടെമ്പിൾ റൺ പോലുള്ള ഗെയിമുകളൊക്കെ ഞാൻ പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്തൊന്ന് കളിച്ച് നോക്കിയപ്പോൾ അതൊക്കെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ പെർഫോമൻസിൽ അങ്ങനെ സീരിയസ് ഇഷ്യൂസ് ഒന്നും ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ കാണാനില്ല. 5000 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ടിന്റെ ചാർജറാണ്. നോർമൽ ആയിട്ടുള്ള ഒരു ബാറ്ററി ലൈഫ് പ്രതീക്ഷിക്കാം. കാരണം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. ഞാനത് ഉപയോഗിച്ച് നോക്കട്ടെ. എന്നിട്ട് നമുക്ക് പറ്റുമെങ്കിൽ നിങ്ങളും കൂടി താല്പര്യപ്പെടുകയാണെങ്കിൽ യൂസ്ഡ് റിവ്യൂ വരുന്ന സമയത്തേക്ക് നമുക്ക് വിശദമായിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. 50 മെഗാപിക്സലിൻ്റെയാണ് മെയിൻ ക്യാമറ വരുന്നത്. OIS സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ളതാണ് വീഡിയോ ക്വാളിറ്റി. ഡേ ലൈറ്റിൽ അത്യാവശ്യം ഒരു ഡീസൻ്റായ വീഡിയോ ക്വാളിറ്റി എന്ന് പറയാം. കൂട്ടത്തിൽ 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും വരുന്നുണ്ട്. ഫോട്ടോസ് നിങ്ങൾക്ക് സൈഡ് ബൈ സൈഡ് കാണാം, നോർമലും വൈഡ് ആംഗിളും. സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ 16 മെഗാപിക്സലിൻ്റെയാണ്. അതിന്റെ സാമ്പിളുകൾ ഈ കാണുന്ന തരത്തിലാണ്. അത്യാവശ്യം നല്ല വീഡിയോസും നമുക്ക് അതുകൊണ്ട് എടുക്കാം ഈ കാണുന്ന തരത്തിൽ. സോ എങ്ങനെയുണ്ട് ഇതിന്റെ ക്യാമറ ഡേ ലൈറ്റിൽ? ആർട്ടിഫിഷ്യൽ ലൈറ്റിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന തരത്തിലുള്ള ഫോട്ടോസാണ് നമുക്ക് കിട്ടുന്നത്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് ജഡ്ജ് ചെയ്ത് നോക്കുക. എന്നെ സംബന്ധിച്ച് കിട്ടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാണ്ടൊന്നും കുറ്റം പറയാനും നല്ലത് പറയാനും ഇപ്പം തീരുമാനിക്കുന്നില്ല. പകരം കുറച്ച് ദിവസം ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു തീരുമാനം പറയാം. എന്തായാലും ഇപ്പോഴേക്ക് ശരാശരി എന്ന് പറയാം. അതല്ലാതെ ഭയങ്കരമായിട്ട് സംഭവമൊന്നും പറയാൻ തോന്നിയില്ല. ആർട്ടിഫിഷ്യൽ ലൈറ്റിലെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് പൊതുവേ മോട്ടോയുടെ ക്യാമറകൾ വരുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. എനിക്ക് ഭയങ്കര ഇംപ്രഷൻ ഒന്നും തോന്നാറില്ല. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. എന്നാലും ഇതിൽ ഇവർ ബാക്കിയുള്ള ഒരു ഘടകങ്ങളും ഒഴിവാക്കിയിട്ടില്ല. അതായത് 5G ബാൻഡുകൾ, 14 5G ബാൻഡുകൾ കൊടുത്തിട്ടുണ്ട്. സോ ആ വക കേസിലൊന്നും ഒരു ടെൻഷനും വേണ്ട. കോള്, നെറ്റ്വർക്ക് റിസപ്ഷൻ, ഈ വക കാര്യങ്ങളിലൊന്നും ടെൻഷൻ വേണ്ട. കാരണം
VoNR അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ലോ ലേറ്റൻസി, ഗുഡ് ക്വാളിറ്റി കോളും സംവിധാനങ്ങളും റിസീവ് ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഒപ്പം തന്നെ 4x4 മിമോ ടെക്നോളജി ഒക്കെ ഉണ്ട്. സോ നെറ്റ്വർക്ക് റിസപ്ഷനിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല. NFC ഉണ്ട്, ബ്ലൂടൂത്ത് 5.1 ഉണ്ട്, ഡുവൽ ബാൻഡ് വൈഫൈ വരുന്നുണ്ട്, FM റേഡിയോ ഉണ്ട്. അങ്ങനെ നോർമലി വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും അവർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെർഫോമൻസ് ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്ന തരത്തിലാണ് അതിന്റെ പെർഫോമൻസ് വരുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്ന ഒരു ഫോണാണ് കേട്ടോ. സോ അപ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് കേൾപ്പിച്ചു തരാം. ഒന്ന് കേട്ട് നോക്കും. സോ അപ്പോൾ ഈ രീതിയിലാണ് ഡുവൽ സ്റ്റീരിയോ സ്പീക്കറിന്റെ സൗണ്ട് ക്വാളിറ്റി. അതും ഒരു ശരാശരി ഡീസന്റ് ക്വാളിറ്റി ഉണ്ട്. ഇത് Android 13 വരുന്നത്. Android 14 ഷുവർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറയുന്നുണ്ട്. പിന്നെ 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും തരുമെന്ന് പറയുന്നുണ്ട്. സോ അതുകൂടി പരിഗണിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ക്ലീൻ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തരുന്ന, അതായത് പരസ്യങ്ങളോ ശല്യങ്ങളോ പരസ്യ ആപ്ലിക്കേഷനുകളോ ഒന്നും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റില്ല. ക്ലീൻ ആയ രീതിയിലുള്ള എക്സ്പീരിയൻസ് തരുന്ന ഒരു നല്ല മോട്ടോ ഫോൺ എന്ന് പറയാം. അതല്ലാതെ കണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം എന്നൊന്നും പറയാൻ തോന്നിയില്ല. ബട്ട് ഡീസൻ്റ് ആയ ഒരു നല്ല മോട്ടോ ഫോൺ അല്ലേ? എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങൾക്കിത് ഇഷ്ടമായോ? ഇതിൻ്റെയും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ റേഞ്ചിലുള്ള മറ്റു ചില ഫോണുകളായിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ഒക്കെ ചെയ്ത് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. നമുക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങൾ നമ്മൾ അങ്ങനെ ഒരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ഇപ്പോഴേക്ക് ഇതൊരു ക്വിക്ക് അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ മാത്രമാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.